ജി എല്ലാ യാത്രകളിലും സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയുമുണ്ട്. എല്ലാ ആരംഭങ്ങൾക്കും ഒരു അവസാനമുണ്ട്. അതാണ് ജീവിതമെന്ന് പറയുന്നത്. എല്ലാ അവസാനങ്ങൾക്കും ഒരു ആരംഭവുമുണ്ട്. അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കാണുക, കാഴ്ചകൾ അനുഭവങ്ങളാക്കി മാറ്റുക, സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോവുക, സ്വന്തം അധ്വാനത്തിലൂടെ തൻ്റെ വഴി കണ്ടെത്തി ഇടപെടാതെ മുന്നോട്ട് പോകുകയും. ഡാൻസിലൂടെ ആയിരുന്നു തുടക്കം. കോമഡി ആർട്ടിസ്റ്റായി, പിന്നെ മലയാളത്തിലെ മികച്ച നിരവധി ചാനലുകളിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചിതയായൊരു വ്യക്തി. തനിക്ക് കിട്ടിയ സിനിമയിലെ കഥാപാത്രങ്ങൾ വളരെ ലളിതമായും അഭിനയിച്ച ഒരു നടി വിഷ്ണുപ്രിയ. ലെറ്റ്സ് വെൽക്കം വിഷ്ണുപ്രിയ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. നമ്മളുമായിട്ട് ആ ലൈഫ് ജേർണി ഒന്ന് ഷെയർ ചെയ്യാവോ? ലൈഫ് ജേർണി എന്ന് പറഞ്ഞാല് ഞാനൊരു 3.5 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാംസ്, ചെറിയ നമ്മളിവിടെയുള്ള സാധാരണ സ്റ്റേജിലൊക്കെ ആയിരുന്നു ആദ്യമേ തുടങ്ങിയത്. അവിടെ നിന്ന് ഒത്തിരി ഡാൻസ് ചെയ്യുന്ന ടീമുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി. അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ എടുത്തു പറയാനില്ല, എല്ലാ ടീമിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് മഴവിൽ മനോരമ ചാനലിൽ ഒരു ബാക്കപ്പ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അവസരം തന്നു. അങ്ങനെ പോയി ചെയ്തു. അതിനുശേഷം സിനിമയിൽ ഫെഫ്ക മെമ്പർഷിപ്പിൽ ഒത്തിരി ബാക്കപ്പ് ഡാൻസുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ എന്നോട് ചോദിച്ചു, ബാക്കപ്പ് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണല്ലോ, പക്ഷെ ഒരു സ്കിറ്റ് ചെയ്തൂടെ, നിനക്കൊരു വേഷം തന്നാൽ ചെയ്തൂടെ? അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഡയലോഗ് പറയണം, അഭിനയിക്കണം, ഇതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടാണ് അന്ന് കാണുന്നത്. അങ്ങനെ എല്ലാത്തിനും എൻ്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പം അന്ന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ തമ്മിൽ റിലേഷനായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ പറ്റിയാലോ. അങ്ങനെ സ്കിറ്റ് ചെയ്തു, നന്നായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. റെക്കോർഡ് സ്കിറ്റൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ലൈവ് വോയിസിൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഓക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ കോമഡി സർക്കസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മളെ ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു അത്. അപ്പം ഞാനും ബിനു തൃക്കാക്കര എന്നും പറഞ്ഞു, ഇപ്പം നമ്മുടെ അഴകൻ സിനിമയിലൊക്കെ ഉള്ള നായകൻ, പുള്ളി ഞാനും ആയിരുന്നു പേര്. അപ്പോൾ അതിനകത്ത് ബെസ്റ്റ് ന്യൂ ഫേസ് അവാർഡ് വിന്നറായി. അപ്പം അതൊക്കെ എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിതല്ല അങ്ങനെയൊക്കെ. അപ്പം അതിലൊക്കെ ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അനൂപേട്ടൻ, രതീഷ് ചേട്ടൻ, അവരായിരുന്നു നമ്മുടെ ഗ്രൂമേഴ്സ്. എന്നെ കൊണ്ട് പറ്റില്ല ചേട്ടാന്ന് പറഞ്ഞാൽ, ഇല്ല നീ ചെയ്യണം എന്നും പറഞ്ഞ് നമ്മളെ ചെയ്യിപ്പിച്ച ആൾക്കാരാണ്. അവിടെ നിന്നും പിന്നെ ഓരോന്നും എനിക്ക് സ്വപ്നം കാണുന്നതിൽ വലിയ വലിയ ഓഫറുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ സിനിമയെന്ന് പറഞ്ഞാൽ യമണ്ടം പ്രേമകഥയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, പെട്ടിലാമ്പട്ര. പിന്നെ ഒത്തിരി നല്ല നല്ല അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. നോക്കി നല്ലതാണെങ്കിൽ ചെയ്യും. അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാൻസിൽ നിന്നാണ് തുടക്കം എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാം. ആ അനുഭവങ്ങളാണോ ഒരു പക്ഷേ പെട്ടെന്നൊരു അവസരം വന്നപ്പോൾ മൂളാനായിട്ട് തോന്നിയത്? അതെ, തീർച്ചയായിട്ടും. ഞാനൊരു സ്ത്രീ എന്നുള്ള ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ, നമ്മുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ഡാൻസിന് പോകുമ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, ഡാൻസിന് പോകുന്നത് അത്ര നല്ല ഇതല്ല, അങ്ങനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് സൈഡ് കേട്ടിട്ടുണ്ട്. അപ്പോഴെനിക്കറിയാം ഞാൻ പോകുന്നത് നേരായ വഴിയിലൂടെ തന്നെയാണ്. അവിടെയും നമുക്ക് എന്താ പറയാ, ഞാൻ പഠിച്ചൊരു കല, അതിനെ റെസ്പെക്ട് ചെയ്ത് പോയാൽ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനമാണെങ്കിലും എനിക്ക് അത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒത്തിരി പേര് പുച്ഛിച്ചോട്ടെ, അതിൽ നിന്നെല്ലാം ഞാൻ ഇന്ന് നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ഇത്ര എത്താൻ പറ്റിയില്ലേ. ഒത്തിരി പേര് അവള് ഡാൻസും കളിച്ച് നടക്കുകയാണ്, എന്ത് പഠിക്കാൻ പോണോ, നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ വഴിയിൽ നമ്മൾ എന്തായാലും എത്തിപ്പെടും. അപ്പോൾ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഡാൻസ് ആണ് എനിക്ക് എന്നും എനിക്കെന്നൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് ഡാൻസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കിറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. ഒരു 10-20 പിള്ളേരെയൊക്കെ അന്നേ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, എങ്കിലും ഞാൻ അതിന്നും വിട്ടിട്ടില്ല. ഇന്നും ഡാൻസ് ചെയ്യുന്നുണ്ട്.
ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ പോയാലും അത് എൻ്റെ ഒരു ലൈഫിന്റെ പാർട്ട് തന്നെയാണ്, അതൊരിക്കലും മാറാൻ പോകുന്നില്ല. തുടക്കത്തില് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു വഴികാട്ടി ഉണ്ടാവും. ആദ്യം നമ്മുടെ ടാലന്റ് എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തി, അതാരായിരുന്നു? ചെറുതില് എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ വെറുതെ ഒക്കെ നിൽക്കുമ്പോഴും പാട്ട് കേട്ടാൽ ഞാൻ ഡാൻസ് കളിക്കും. അതങ്ങനെയൊന്നുമില്ല, ഒരു സ്റ്റേജിൽ കയറിയാലും കയ്യിൽ നിന്ന് സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കും. അങ്ങനെ ഒത്തിരി പേര് അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവൾക്കൊരു ഡാൻസിനോടൊരു ഇഷ്ടമുണ്ട്, ഡാൻസ് പഠിക്കാൻ ചേർക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് എൻ്റെ ടീച്ചർ സീമ മിസ്. അപ്പോൾ എനിക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിന് പോലും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് എൻ്റെ ടീച്ചർ. കാരണം ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. കാരണം ഡാൻസ് പഠിക്കാൻ ചെല്ലുമ്പോൾ അന്നത്തേക്ക് അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഹോസ്പിറ്റലിൽ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ഫീസ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. അപ്പോഴും എന്നോട് പറയും, നീ ഡാൻസ് നിർത്തരുത്, നീ വരണം, എനിക്ക് ഫീസൊന്നും വേണ്ട, നീ ഡാൻസ് പഠിക്കണം, ഇതിൽ നിന്ന് നീ എന്തെങ്കിലും ഉയരുമ്പോൾ അന്ന് എന്നെ കണ്ടാൽ മതി എന്ന് പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ അതിലിച്ചിരി ഇതുണ്ട്, കാരണം പഠിക്കാൻ വലിയ കാര്യമൊന്നുമല്ലായിരുന്നു. എനിക്ക് ക്ലാസ്സിൽ പോകുന്നേക്കാൾ ഇഷ്ടമാണ് ഡാൻസിന് പോവാ. അന്നൊക്കെ അമ്മ പറയും പഠിക്കാൻ പോ, ഇല്ല ഇന്ന് പരിപാടിയുണ്ട്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടത്. പക്ഷെ ഒത്തിരി പേര് അത് പറയോട്ടെ, ഇപ്പം അറിയില്ല, പിന്നീടാണ്, ശരിയായിരിക്കാം. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് എന്താ പറയുക, നമ്മുടെ അവസ്ഥ അങ്ങനെയായിരുന്നു, അന്നത്തെ ഒരു ജീവിത രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ കൂടുതലും ഏത് വഴിക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് പൈസ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂടുതൽ ഓഫറുകൾ ആയിക്കോട്ടെ കിട്ടുമ്പോൾ അങ്ങോട്ടായിരുന്നു ഒരു ചായ്വ്. അത് വെച്ച് നോക്കുമ്പോൾ പക്ഷെ പോയതിന് കൃത്യമായ വേതനം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അന്നൊക്കെ സത്യം പറഞ്ഞ 500 രൂപയിലൊക്കെയാണ് ഞാൻ, 500 ഉണ്ടായിരുന്നില്ല. ഭയങ്കര പേയ്മെന്റ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ബാക്കിൽ നിന്നൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്, അയ്യോ എനിക്ക് നടുക്കൊക്കെ വന്ന് കളിക്കണം, അല്ലെങ്കിൽ അന്ന് കൊച്ചല്ലേ, 9th പഠിക്കുന്ന പ്രായ, അയ്യോ ആ ചേച്ചി കളിക്കുന്ന പോലെയൊക്കെ കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് ഞാനത് അഭിമാനത്തോടെ പറയുകയാണെങ്കിൽ, ഇന്ന് ഒരു ഡാൻസ് ടീമിൽ പോയാൽ എൻ്റെ കഴിവ് കൊണ്ടും പിന്നെ നമ്മൾ ഇടപെടുന്ന രീതി വെച്ചും എനിക്ക് അവിടെ ഒരു സ്ഥാനം കിട്ടാറുണ്ട്. നമ്മൾ ഒരിക്കലും ചോദിച്ചു വാങ്ങാറില്ല, നമുക്ക് അറിഞ്ഞു തരും. അത് ചിലപ്പോൾ ഈ ഒരു ഫീൽഡിനോട് കാണിക്കുന്ന ആത്മാർത്ഥത കൊണ്ടുകൂടി ആയിരിക്കാം. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. തൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പഠനം എവിടെയെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നുവോ, അതോ? ഞാൻ +2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പൊ ആ ടൈമിന് ഈ പറഞ്ഞ പോലെ അച്ഛനാണെങ്കിലും ഒത്തിരി വെള്ളവടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈൽ, നമ്മൾ സാധാരണ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് വരെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു ദുഃഖവുമില്ല. കാരണം എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റും. എനിക്ക് ഒന്നോർത്ത ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2000 1000 കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ടായിരിക്കും ഫോക്കസ് പോവുക. കാരണം അന്നത്തെ അവസ്ഥ അതാണ്. അത് പിന്നെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും നോട്ട്സ് എഴുതാനാണെങ്കിലും എല്ലാവരും ഹെൽപ്പ് ചെയ്യും. എടി നീ നിർത്തരുത്. അങ്ങനെ നമുക്ക് ഒരു പുറത്തേക്കൊരു ഷോ വന്നായിരുന്നു. അപ്പോൾ ആ ഒരു കാരണത്തിന് വേണ്ടി ഒരു 3 മാസം ലീവ് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴേക്കും സമ്മതിച്ചില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാനുണ്ടായത്. അപ്പോൾ പഠനം +2 വെച്ച് ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ കഴിയട്ടെ. അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിയിൽ പോവാന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ പോയി അവിടുത്തെ പ്രഷർ അനുഭവിച്ച് അങ്ങനെയുള്ളത് എല്ലാവർക്കും അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചും എനിക്കത് ഒട്ടും ഓക്കെ അല്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി. ഇപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, അത് ചെയ്യുന്നു, അതിൽ നിന്നൊരു വരുമാനം കിട്ടാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നമുക്ക് ഹാപ്പി തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ അഭിനയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലല്ലോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു മധുരമുണ്ട്, ഒരു സന്തോഷമുണ്ട്. പല വേദനകളുണ്ട് വീട്ടിൽ നിന്ന്, പക്ഷെ എന്നാലും എവിടേക്കും ഒരു സന്തോഷമുണ്ട്. കാരണം ആഗ്രഹിച്ച ഒരു ഫീൽഡിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഡിസേർവ് ചെയ്യുന്ന ഒരു പൊസിഷൻ ആയിരുന്നില്ല. അല്ല, പ്രതീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാം അവസാനിച്ചെടുത്തുനിന്നാണ് പ്രതീക്ഷ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും നമ്മളോട് വളരെ മോശമായ രീതിയിൽ പറയുമ്പോൾ അതിനെങ്ങനെയാണ് നേരിട്ടത്?
ഞാന് കൂടുതലും ഞാൻ ഭയങ്കര സംസാരക്കാരിയാണ്. അപ്പോ പൊതുവെ ആദ്യം പറയായിരിക്കും ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നോട് സംസാരിച്ചു കഴിയുന്ന ആൾക്കാർ ഒരുപക്ഷെ ആ പറഞ്ഞ വാക്കിൽ ഒരിത്തിരി താഴ്ത്തും. കാരണം അവൾ അത്രയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എനിക്ക് പറഞ്ഞ പോലെ മോശമായിട്ട് അങ്ങനെ ഇന്ന് വരെ എന്റെ നേരെ വന്ന് നിന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. സംസാരത്തിലൂടെയാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൊടുത്തിരുന്നത്. അതെ അതെ, ഞാൻ അവരോട് സംസാരിച്ച് ഞാൻ എന്താണ് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കും. അതിലൂടെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞറിയുന്നവർ അറിഞ്ഞാൽ മതി, അല്ലാണ്ട് പുറത്ത് മറ്റൊരാൾ പറഞ്ഞിട്ട് എന്നെ വിലയിരുത്തുന്നത് ശരിയല്ല. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താന്നുള്ളത്, അത് മതി. അതിലിപ്പോ ഒരു 10 പേരാണെങ്കിൽ ആ 10 പേര് മതി എനിക്ക്. ബാക്കിയുള്ളവര് പറഞ്ഞു കേട്ട് അറിയുന്നതല്ലേ ഉള്ളൂ. ഞാനെന്ന് പറയുന്ന വ്യക്തി ഒന്നും അല്ലാണ്ട് ഒരു ബിഗ് സീറോ ആയിരുന്നു. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞു, അപ്പൊ തന്നെ കരഞ്ഞ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. സീരിയസ്ലി പറഞ്ഞാൽ വീട്ടിൽ നിന്നാണെങ്കിലും ആരുടെയും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു പൊസിഷൻ എത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാ. അവിടെ ഞാനുണ്ട്, നീ ആരെന്ത് പറഞ്ഞാലും നീ മൈൻഡ് ചെയ്യണ്ട, ആരെന്തും പറഞ്ഞോട്ടെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നും നമ്മളെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പൊ എന്റെ ലൈഫിൽ ചേട്ടാ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, എന്ത് വേണം നീ ചെയ്യ്, നല്ലതാണെങ്കിൽ നല്ലതാണ്, കൊള്ളില്ലെങ്കിൽ വേണ്ട, ചെയ്യണ്ട. അതിന് എനിക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ലെങ്കിൽ പുള്ളിയാണ് അതിനൊരു തീരുമാനം പറയുന്നത്. അതെനിക്ക് പറഞ്ഞ പോലെ എവിടെയോ ഇരുന്ന് ആരൊക്കെയോ നമുക്ക് എന്താ പറയാ അനുഗ്രഹിച്ചു തരാന്നൊക്കെ പറയില്ലേ. തീർച്ചയായിട്ടും മിമിക്രിയും എനിക്ക് ചെയ്യാൻ കഴിയും എന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഏതൊരു സമയത്താണ് എടുക്കാൻ? ഞാൻ കൂടുതൽ ഈ സ്കിറ്റുകള് കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന സുബി ചേച്ചി അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ സ്കിറ്റൊക്കെ കാണുമ്പോ പണ്ട് നമുക്ക് തമാശകൾ ഇഷ്ടമാണ്, പക്ഷെ എന്നെ കൊണ്ട് തമാശ പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു കൗണ്ടർ അടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അപ്പൊ നമ്മളോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചേട്ടന്മാരൊക്കെ തന്നെ, ഈ കോമഡിയിലുള്ള ചേട്ടന്മാരൊക്കെ തന്നെയാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ അജീഷ് ചേട്ടൻ, ഷൈജോ ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേരാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, എടി നീ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഡയലോഗ് പറയുമ്പോൾ ആദ്യം തെറ്റുകൾ ഉണ്ടാവാം, പക്ഷെ പതിയെ ആ തെറ്റുകളൊക്കെ തിരുത്തി വന്നപ്പോൾ എനിക്ക് എന്തോ ഇത് ഇഷ്ടമായി, ഈ ഒരു ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നോക്കുവാണെങ്കിൽ ഒന്നും അറിയാതെ ഞാൻ നേരെ സിനിമയാണ് എന്നും ആഗ്രഹം. ഒന്നും അറിയാണ്ട് സിനിമയിലേക്ക് ചെല്ലുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആണ് TV പ്രോഗ്രാംസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു കണ്ടിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തര് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് ആളുകൾ തിരിച്ചറിയപ്പെടുന്നു. അതെ അതെ അതെ, ആഗ്രഹിച്ചതിൽ എവിടേക്കോ ഞാൻ എത്തിപ്പെട്ടു എന്നുള്ള ഒരു സന്തോഷം. ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരു കഴിവ് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരോടുള്ള ഇടപഴകലിന്റെ ഭാഗമായിട്ടാണോ? അല്ല, നല്ലൊരു സൗഹൃദം അവരുമായിട്ട് സ്ഥാപിച്ചിരുന്നു. അങ്ങനെയും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചേട്ടൻ അവരോടൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ ഞാൻ ഡാൻസ് കളിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് ഡാൻസ് കളിക്കില്ല. അങ്ങനെ എന്തോ അവർക്ക് അങ്ങനെ തോന്നി, ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഡാൻസ് ചെയ്യുന്നതിന് ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇന്ന് മിമിക്രി ഫീൽഡിൽ നിപ്പുണ്ട്. അപ്പൊ അവരൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കാം തുടക്കം കുറിച്ചത്. അപ്പൊ എന്നോട് ചോദിച്ച ഒരു അവസരം ഇന്ന് ഞാൻ ഓർക്കുന്നു, ചിലപ്പോ അത് എന്റെ ഒരു ടൈം ചേഞ്ച്, എന്റെ ടൈം അവിടെ മാറിയതായിരിക്കാം. എന്നോട് ചോദിച്ചു, ഞാൻ ചെയ്തു. ഇന്നും ഈ ഫീൽഡിൽ ഞാൻ ഇപ്പോഴും നിലനിന്ന് പോകുന്നത് അന്ന് ചെയ്തു വെച്ച സ്കിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഓരോ പടി ഞാൻ പിന്നീട് എന്താ പറയാ മിസ്റ്റേക്ക് ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒക്കെ സ്കിറ്റുകൾ ഓരോ പടി ഇംപ്രൂവ് ചെയ്ത് തന്നെയാണ് ഇന്നും വന്നുകൊണ്ടിരിക്കണേ. ഇപ്പോഴും എനിക്ക് ചിലപ്പോൾ സ്കിറ്റൊക്കെ കാണുമ്പോൾ ഇത്തിരി എന്നിങ്ങനെ എന്നിങ്ങനെ തോന്നും. കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താം. നമ്മളിൽ ഉള്ളിലെ ആ ഒരു കലാകാരിയുടെ ആഗ്രഹമാണ്, ഇനിയും എന്നുള്ളത്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് ഫാമിലിയിൽ നിന്ന്, മനസ്സിൽ ഒരുപാട് സന്തോഷം നൽകിയത്? എനിക്ക് അങ്ങനെ ഫാമിലിന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ തന്നെയാണ്. കാരണം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഡാൻസ്, ഇപ്പൊ ഞാൻ പണ്ട് സ്കൂളിലൊക്കെ ഫസ്റ്റ് പ്രൈസ് മേടിച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, ഈ ഒരു ഭാവമേ ഉണ്ടാവുള്ളൂ ഫേസിൽ. അപ്പൊ ഞാൻ പറയും ഇത് എന്തൊരു അമ്മയാണ്, എന്തെങ്കിലും ഒരു ഇത്തിരി കൂടി കൂടുതൽ പറയാം. അപ്പൊ അമ്മ പറയും പിന്നെ മക്കളെ ഇങ്ങനെ എപ്പോഴും ജാട പറഞ്ഞു വേണമല്ലോ അമ്മമാർക്ക്, അത്രയ്ക്കൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ആക്കും. പക്ഷെ മഴവിൽ മനോരമയിൽ എനിക്ക് അവാർഡ് കിട്ടി വന്ന ആദ്യം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ കണ്ണൊക്കെ നിറഞ്ഞ്, ആ ഒരു ഇത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ, അതായത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും
ഇത്രയും ഓഡിയൻസിന്റെ മുന്നിൽ വെച്ച് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് സർപ്രൈസ് ആയിട്ട് എനിക്കൊരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റെ വീട്ടിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ഒത്തിരി സന്തോഷിക്കുന്ന നിമിഷം തന്നെയാണ്. പക്ഷെ ഏറ്റവും വലുത് അമ്മ സന്തോഷിച്ചത് എനിക്ക് ഭയങ്കര ഇത് തന്നെയാണ്. പിന്നെ അന്നാണെങ്കിലും ചേട്ടൻ പുറത്തുനിന്ന് കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് പുള്ളിയെ വിളിച്ച് സ്റ്റേജിൽ കയറ്റാനോ അങ്ങനെയുള്ളൊരു മനോഭാവത്തിലായിരുന്നില്ല, അന്നത്തെ സിറ്റുവേഷനും അതായിരുന്നില്ല. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മളുടെ ഏറ്റവും നല്ലൊരു മൊമെന്റിൽ കൂടെ നിന്നേച്ച ആളെ വിളിച്ചൊന്ന് സ്റ്റേജിൽ കയറ്റാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു, ഇനിയുണ്ട് അവസരങ്ങളുണ്ടല്ലോ, ഇനി അവസരങ്ങൾ ഇനിയും വരട്ടെ. പങ്കാളിയെ പറ്റി പറഞ്ഞു, അപ്പൊ അദ്ദേഹം ആരാണ്? വിഷ്ണുപ്രിയ തന്നെ എല്ലാവരോടും പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ചേട്ടന്റെ പേര് റിക്സൺ ജോസ് എന്നാണ്, അങ്കു എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്. ഞങ്ങൾക്ക് റിതം ഡാൻസ് കമ്പനി എന്ന് പറഞ്ഞൊരു ഡാൻസ് ടീമുണ്ട്. പിന്നെ ഇപ്പൊ നിലവിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സിനിമയിലാണെങ്കിലും വെബ് സീരീസ് ഒക്കെ ആണെങ്കിലും എല്ലാത്തിലും കൊറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാണ് ആള്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങള് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്, ലവ് മാരേജ് ആണ്, അത്രയൊക്കെ ഉള്ളൂ. അത്തരത്തിലൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഫാമിലിയിൽ നിന്നുള്ള അക്സെപ്റ്റൻസി എങ്ങനെയായിരുന്നു? അയ്യോ, അതൊന്നും ഓർക്കാതിരിക്കാൻ വേദം. കാരണം പറയാവോന്നറിയില്ല, ചെറുതിലേ മുതലുള്ള റിലേഷനാണ്. അപ്പോൾ ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ റിലേഷൻ ആയത്. അപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങനെയുള്ള ജാതി സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. ഇന്നൊക്കെ ഇപ്പൊ ഒക്കെ ഓക്കെയാണ്, പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് അമ്മയുടെ ഭീഷണി, അങ്ങനെയുള്ള ഡയലോഗുകളും കാര്യങ്ങളും. പക്ഷെ എവിടെയോ ഇതായിരുന്നു എനിക്ക് വിധിച്ചിരുന്നത്. സ്ട്രഗിൾ ചെയ്തെങ്കിലും ഒടുവിൽ എൻ്റെ ഇഷ്ടം പോലെ തന്നെ വീട്ടുകാരറിഞ്ഞു തന്നെ നല്ല രീതിയിൽ തന്നെ കല്യാണമൊക്കെ നടത്തി. ഒരു ഒളിച്ചോട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്തു, ഒരു 9 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വീട്ടുകാർ കല്യാണം നടത്തി തന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമാവുന്നു. നമ്മളോടുള്ള ഒരു അമിത സ്നേഹമാകാം, അതിന്റെ ഭാഗമായി അവരന്ന് പറഞ്ഞു, പക്ഷെ ഗിവപ്പ് ചെയ്തില്ല. പക്ഷെ ഇന്ന് അവര് പറയുന്നു നിന്റെ തീരുമാനം തെറ്റിയില്ല, കാരണം ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത ജീവിതം കൊണ്ട് അവർ ഹാപ്പിയാണ്. കാരണം ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു കാരണം, കല്യാണം കാരണം ഒത്തിരി പേര് ഈ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡാൻസ് നിർത്തി വേറെ അല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ട് വീട്ടിൽ തുടരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ പറ്റുമായിരിക്കാം, പക്ഷെ നമുക്കുള്ളിലൊരു ആഗ്രഹമുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തിയിട്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിലിരിക്കാനല്ലല്ലോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളെ വേണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആളതുപോലെ തന്നെയാണ്. എൻ്റെ ഇഷ്ടത്തിന് ഇന്ന് വരെ നോ പറഞ്ഞിട്ടില്ല. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അതുപോലെ തന്നെയാണ്. എനിക്ക് ഓക്കെ ആവണമെങ്കിൽ മാത്രമേ ഞാനത് ചോദിക്കുള്ളൂ, ചേട്ടാ ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിക്കുള്ളൂ. പിന്നെ ആൾക്കും അറിയാം തെറ്റ് കണ്ടാൽ തിരുത്തും, അല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളതല്ലേ അവള് ചെയ്യട്ടെ. ഇപ്പൊ എൻ്റെ അമ്മയാണെങ്കിൽ പോലും ഞാനൊരു ഡ്രസ്സ് ഇട്ടാൽ പോലും നമ്മൾ ഭയങ്കര ഒരു എന്താ പറയാ, അമ്മയൊക്കെ പഴയ ചിന്താഗതിക്കാരാ. അപ്പൊ അവര് പറയും ഇതെന്ത് ഡ്രസ്സാണ് ഇട്ടേക്കണെന്ന് ചോദിക്കുമ്പോൾ അവളിടേണ്ട പ്രായത്തിൽ അവൾ ഇടട്ടെ, നിങ്ങൾ ഇടയ്ക്കാതിരിക്കേണ്ട കാര്യം എന്താ, അവൾ ഇടട്ടെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും സോൾമേറ്റിനെ കണ്ടെത്തുന്നു. അതുപോലെ ഈ ഫീൽഡിൽ നിന്ന് തന്നെ ഒരു വ്യക്തി എൻ്റെ ഒരു പങ്കാളിയായി ഉണ്ടാകണം എന്ന് മനസ്സിൽ എവിടെയെങ്കിലും ആലോചിച്ചിരുന്നു? ഇല്ല. അയ്യോ, അങ്ങനെ ഒന്നും അല്ലാതെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ചോദിക്കാണെങ്കിൽ പറഞ്ഞ കല്യാണമേ കഴിക്കൂല, എല്ലാ പിള്ളേരുടെ ക്ലീശ ഡയലോഗായിരുന്നു. പക്ഷെ എവിടെയോ എങ്ങനെയൊക്കെയോ ഒരു സ്പാർക്ക് തോന്നി, ഇതെന്റെ ഒരു സോൾമേറ്റ് ആണ്. എല്ലാം ഒരു പ്രതീക്ഷയിൽ നമ്മൾ തുടങ്ങുന്നതാണ്. മുൻപോട്ട് എങ്ങനെയാണ് നമുക്കൊന്നും അറിയില്ല. ഇന്ന് വരെ ഹാപ്പിയാണ്, നാളത്തെ കാര്യം നമുക്കറിയില്ല. ഇന്ന് വരെ ദൈവാനുഗ്രഹം കൊണ്ടും. കോമഡി ആർട്ടിസ്റ്റ് ആണ് അല്ലെ? അതെ. അപ്പൊ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും, ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര് വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത്. കാരണം അവരവരുടെ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആണോ കൂടുതലാക്കിയതല്ല, അത് കുറച്ചും കൂടെ തന്നെ ഇംപ്രൂവ് ചെയ്യാനാണോ സഹായിച്ചത്? ഇപ്പൊ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഓരോ ഗ്രൂമേഴ്സ് ഉണ്ടാവും. അപ്പൊ അവര് പറയുന്ന അഭിപ്രായങ്ങള് എല്ലാം നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഒത്തിരി സഹായമായിട്ടേ വന്നിട്ടുള്ളൂ എൻ്റെ കാര്യത്തിൽ. കാര്യം എനിക്ക് കൂടുതലും ഈ കൊച്ചി സ്ലാങ് ഭയങ്കര
പ്രശ്നം എന്നല്ല, അത് വന്നു പോവും എങ്ങനെ ചെയ്താലും. അപ്പം അവരെപ്പോഴും പറയും കുറേയൊക്കെ നല്ലതാണ് കൊച്ചി സ്ലാങ്, പക്ഷെ ചിലതിന് അത് പ്രശ്നമാണ്, നീ അപ്പം അത് മാറ്റി പിടിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്യും, ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്യും. പിന്നെ അവരാണ് സ്കിറ്റിൽ അപ്പോൾ ചില കൗണ്ടറുകൾ പറയുമ്പോൾ ഉള്ള മോഡുലേഷനും കാര്യങ്ങളും എനിക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണ്. അത് പൊതുവെ സംസാരത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം നീ സ്പീഡ് കുറക്കണം എന്നൊക്കെ പറഞ്ഞ് ഗ്രൂമേഴ്സ് ആണ് കൂടുതൽ. ഇപ്പോൾ ഓരോ പ്രോഗ്രാമിന് ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൽ പോയാൽ അവിടെ ഗ്രൂമേഴ്സ് ഉണ്ടാവും, ഇപ്പോൾ അമൃത TV പോയാൽ അവിടെ ഗ്രൂമേഴ്സ് ഉണ്ടാവും. അപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണ അമൃത TVയിലാണ്. അപ്പോൾ അമൃത TVയിലുള്ള ഗ്രൂമേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്ടർ സാറായിരിക്കും അത് ഇങ്ങനെ ശ്രദ്ധിക്കണം വിഷ്ണു, അത് ഇന്നത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ ആണ്. ഓക്കെ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ആ ഒരു തോന്നൽ നമ്മൾ കയ്യിൽ നിന്നിട്ട് ചെയ്യുമ്പോൾ അവർ പറയും ഓ അത്രയും വേണ്ട, അല്ലെങ്കിൽ അത് നന്നായിരിക്കും. അങ്ങനെ ഓരോരുത്തർ പറയുന്നത് വേണ്ടത് എടുക്കും, വേണ്ടാത്തത് കളയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റോറീസ് ഗ്ലോബൽ ഹോം കോൺസെപ്റ്റിലാണ്. എങ്ങനെയുണ്ട് അറ്റ്മോസ്ഫിയർ? നല്ല രസമുണ്ട്. ഭാവിയിൽ ഒരു വീടൊക്കെ വെക്കുമ്പോൾ ഇതുപോലെയൊക്കെ വാങ്ങി സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ആദ്യം ഞാൻ ഇവരുടെ മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഹൗ ദ വേ ദേ ആർ ട്രീറ്റ് ടു അസ്. റിയലി താങ്ക് യു ടു ദം. ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യുന്നതിനായിട്ട് തന്നതിനും. അപ്പൊ നമുക്കൊന്ന് കോഫി കുടിച്ചിട്ട് സംസാരിച്ചാലോ? ഇപ്പൊ നിൽക്കുന്ന വിഷ്ണുപ്രിയ, അതിൽ നിന്നും എന്താകണമെന്നാണ് ആഗ്രഹം? ഇനി ഭാവിയിലേക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് മനസ്സിലുള്ളത്? അതിപ്പോ എല്ലാ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചും എന്താ, സിനിമ തന്നെയാണ്. എൻ്റെ ലക്ഷ്യം സിനിമ തന്നെയാണ്. സിനിമയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം തന്നെ. അങ്ങനെ ഇന്ന കഥാപാത്രം എന്നില്ല, എനിക്ക് കൂടുതലും എൻ്റെ ക്യാരക്ടറായിട്ട് ചേരുന്ന വേഷങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. പണ്ട് നായിക അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ നായിക കഥാപാത്രം തന്നെ വേണം എന്നില്ലല്ലോ ഓരോ സിനിമയ്ക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വില കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വേഷമാണെങ്കിലും കുഴപ്പമില്ല, നല്ല വേഷങ്ങൾ കിട്ടണമെന്ന് മാത്രം. തനിക്ക് കിട്ടുന്ന കഥാപാത്രം നന്നായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രം ഭാവിയിലേക്ക് ആഗ്രഹിക്കുന്നില്ല എന്നാണോ? അതെ, എനിക്ക് തരുന്ന വേഷം ഭംഗിയായിട്ട് ചെയ്യണം എന്നാണ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ ഏത് വേഷമാണെങ്കിലും തരുന്ന ആള് നമ്മളെ വിശ്വസിച്ച് തരാണ്, നമ്മൾ അതുപോലെ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പറ്റും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നില്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യപ്പെടേണ്ടതായിട്ടൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. സോ അങ്ങനെ ഒരു സാഹചര്യം ഭാവിയിൽ വരാതിരിക്കട്ടെ. പക്ഷെ എന്നാലും എന്തായിരിക്കും അത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പണ്ട് മുതലേ ഇഷ്ടമാണ് അത്, ഡാൻസ് ടീച്ചർ ആവുക, അതൊക്കെയായിരുന്നു പണ്ട് ഉള്ള ഇത്. പക്ഷെ അതിൽ നിന്നും എവിടെയോ ഡൈവേർട്ടായി ഇങ്ങനത്തെ ഒരു ഫീൽഡിലെത്തി. അപ്പം ഇത് തന്നെ പോട്ട് എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്കൂളൊക്കെ ഇട്ട് ഡാൻസൊക്കെ പഠിപ്പിച്ച് അങ്ങനെ പോവായിരിക്കാം. ഒരു സ്കൂള്? അതെ, ഡാൻസ് സ്കൂൾ ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും, സ്വന്തമായിട്ടുള്ളതാണ്. ഞാൻ ഹസ്ബൻഡും കൂടിയാണ് നടത്തുന്നത്. അപ്പൊ അത് തന്നെ ആയിരിക്കാം ചിലപ്പോ ഇതൊന്നും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ജോലി. എന്റെ ലൈഫിൽ ഞാൻ ഇന്നുവരെ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. അതായത് സമയമാകുമ്പോൾ എല്ലാം ഇങ്ങോട്ട് വന്ന് ചേരാണ് ഉണ്ടായത്. ഞാൻ ഇങ്ങനെ ആവുന്ന പോലും അല്ലെങ്കിൽ പണ്ട് സ്കൂളിലൊക്കെ എന്തെങ്കിലും ചോദിക്കുമല്ലോ ആരാവണം ഭാവിയിൽ, അപ്പൊ ഞാൻ പറയും എനിക്ക് സിനിമാ നടി ആവണം അന്നേ പറയും. അപ്പൊ എൻ്റെ ടീച്ചേഴ്സൊക്കെ പറയും ആവട്ടെ. പക്ഷെ ഇന്ന് ആ ടീച്ചേഴ്സ് തന്നെ നമ്മളെ കാണുമ്പോൾ നീ ആഗ്രഹിച്ച പോലെ തന്നെ ആയി. ഒരുപക്ഷെ നമ്മുടെ സമയമായിരിക്കും, ആ ഒരു ടൈമിന് നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തണം എന്നൊക്കെ മേളിൽ നിന്ന് ഒരാൾ തീരുമാനിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയിൽ വന്നതിൽ ഒരിക്കലും മറക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരിക്കാം ചിലവർ പറയുക. ചിലവർക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മറക്കാൻ കഴിയും, കാരണം അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങൾ മറക്കണം. പക്ഷെ ചിലവരുണ്ട് അത് മറക്കില്ല, കാരണം ഇനി അങ്ങനെ ഒരു അനുഭവം വരാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അനുഭവങ്ങളെ മാനേജ് ചെയ്യുന്നത്? ഞാൻ കൂടുതൽ അനുഭവങ്ങൾ നല്ലതാണെങ്കിലും ഷെയർ ചെയ്യാം, ചീത്തയാണെങ്കിലും പെട്ടെന്ന് മറന്നു പോകുന്ന ടൈപ്പാണ്. എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ ഇവിടെ ഒരു വിഷമായിട്ടുണ്ടാവാം, വിഷമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇവിടെ ഉണ്ടാവാം. പക്ഷെ കൂടുതലും പുറത്ത് കാണിക്കില്ല.
പുറത്തെല്ലാവരും കാണുന്ന പോലെ തന്നെ ചിരിച്ചും കളിച്ചും നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ അത് ഉള്ളിൽ വെച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, പുറത്തെല്ലാവരും അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ചിരിച്ച്, ഇപ്പം നമ്മുടെ അടുത്ത് പലരും മോശമായിട്ട് പെരുമാറുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ അതൊക്കെ അവരുടെ തെറ്റുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു നിമിഷത്തെ ആ ഒരു എന്താ പറയുക നാവ് പഴച്ചു പോകുന്നതാവാം, അങ്ങനെ എന്താ പറയുന്നതെന്നറിയില്ല, അങ്ങനെ പറ്റിപ്പോകുന്നതായിരിക്കാം. അതവിടെ അവരുടെ സ്വഭാവം. പക്ഷേ മനഃപൂർവ്വമാവാം, ആകാതിരിക്കാം. അതെ, എനിക്ക് എൻ്റെ ചെറുതിലേ മുതൽ ഞാൻ ഈ ഫീൽഡിൽ വന്നതുകൊണ്ട് എല്ലാവരെയും ചേട്ടന്മാർ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ എന്തൊക്കെയോ അടുത്ത ആൾക്കാരാണെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത് പെരുമാറും. അപ്പോൾ ഇപ്പോൾ ചേട്ടനില്ലാത്ത സമയത്ത് എപ്പോഴും ആളിൻ്റെ കൂടെ വരാറുണ്ട്. ഇപ്പം എങ്ങാനും ആളില്ലാത്ത ടൈമിന് ഇവരുടെയൊക്കെ ഒരു ചേഞ്ച് നമുക്ക് ശരിക്കും പെട്ടെന്ന് മനസ്സിലാവും. അതായത് പണ്ട് നമ്മൾ മോളെ എന്ന് വിളിച്ച് സംസാരിച്ചിരുന്ന ആൾക്കാർ വേറൊരു അർത്ഥത്തിൽ നോക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പലരും ചിലപ്പോൾ ഒരു മെസ്സേജിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വാക്കിലൂടെ ആയിരിക്കാം, മിസ്ബിഹേവ് എന്നൊന്നും പറയാവോ എന്നറിയില്ല, ഒരു ട്രൈ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഞാനപ്പോൾ അതിന് മുന്നേ തന്നെ സ്കിപ്പ് അടിച്ച് മാറാൻ എന്തോ അതിനൊരു മിടുക്കുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞ നാവ്, നമ്മളുടെ എന്താ പറയുക സംസാരം കൊണ്ടായിരിക്കാം ഒരാൾ ഏത് ട്രാക്കിലാണ് വരുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഒഴിഞ്ഞു മാറാനുള്ളൊരു കഴിവ് എനിക്ക് എവിടെയോ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകം ഓർത്ത് വെക്കാനുള്ളൊരു അനുഭവങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ ആരും എൻ്റെ അടുത്ത് അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എവിടെയും നടക്കുന്ന പോലെ പോയ ഒരു വാക്ക്, അങ്ങനത്തെ ഒരു ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മളെ സംബന്ധിച്ചും നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ ഒരാൾ കൂടെ നിന്ന് അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരിച്ചു തന്നാൽ മതി നമ്മൾ നേർവഴി പോകാനായിട്ട്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ടാണ് പലരും ഇന്ന് മോശമായി പോകുന്നു എന്നല്ല കേട്ടോ, പലർക്കും ചിലപ്പോൾ എത്തേണ്ട ലെവലിൽ എത്താൻ പറ്റാണ്ടായി പോകുന്നത്, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ, ബാഡായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുന്നത്. എനിക്കിതൊക്കെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞു. ഇപ്പം എന്ത് ചീത്ത ഉണ്ടായാൽ പോലും പുള്ളിയോട് സംസാരിച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വിട്ടേര്, അത്രയേ ഉള്ളൂ. ഓർത്ത് വയ്ക്കാൻ പോലും ഒന്നുമില്ല. കൃത്യമായ ഒരു അഡ്വൈസ് കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെ നൽകിയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ചില തെറ്റായ ഡിസിഷൻസ് എടുക്കുന്നതിൽ നിന്നും എന്നെ സഹായിച്ചു. അതെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തകർന്ന് വീണു പോകും. ചിലപ്പോൾ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ചിലപ്പോൾ അഭിനയത്തിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി. അപ്പോൾ ചിലപ്പോൾ ഡയറക്ടർ ചിലപ്പോൾ ഓപ്പണായിട്ട് അത് തെറ്റാണെന്ന് മൈക്കിൽ കൂടി വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകും. അപ്പോൾ ജസ്റ്റ് നമുക്കൊരാൾ പറയാണ്, എത്ര ഡൗൺ വന്നാലും നീ വീഴരുത്, നമ്മൾ അതിൽ നിന്ന് പിടിച്ച് കയറണം എന്നൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, അങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മളതിൽ ഓട്ടോമാറ്റിക് നമ്മൾ എന്താ പറയുക, ഓക്കെ ശരിയാണ്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം വരും. സിനിമകളിലേക്ക് ഒരു ചേക്കേറലുണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു? വളരെ പെട്ടെന്ന് ഒരു കോള് വരികയായിരുന്നു. കാരണം ആദ്യം ഒരു ഡാൻസിലൂടെയാണ് വന്നത്, അതിനുശേഷം ഒരു കോമഡി ആർട്ടിസ്റ്റായി. ഫിലിമിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യാതൊരു കോൾ വിളി വന്നു. അതെങ്ങനെയായിരുന്നു ആ ഒരു കടന്നുകയറ്റം ഫിലിമിലോട്ടുള്ള? ഞാൻ അങ്ങനെ ഓഡീഷനൊന്നും പോണ ക്യാരക്ടർ അല്ല. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞ പേടിയാണ്. നമ്മൾ എത്ര സ്കിറ്റ് ചെയ്തു, എത്ര അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഓഡീഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനുണ്ട്. അപ്പം എപ്പോഴും എല്ലാവരും പറയും, എടാ ഇന്നടത്ത് ഓഡീഷൻ നടപ്പുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ നോക്കാം, എവിടെ ഞാൻ അത് കഴിയുമ്പോൾ അത് സ്കിപ്പ് അടിച്ചു വിടും. അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയും, നീ അത് ട്രൈ ചെയ്താലേ നമുക്കുള്ളത് കിട്ടുള്ളൂ. ഇപ്പോൾ കോമഡിയിൽ നമ്മളൊപ്പം വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ എന്തെങ്കിലും ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ പറയും ഇന്നൊരാളുണ്ട്. അങ്ങനെ അവർ ത്രൂ ആണ് എന്നെ സിനിമയിൽ വിളിച്ചേക്കുന്നത്. പിന്നെ ഇപ്പോൾ ചെയ്തെന്ന് പറയുന്നത് യമണ്ടം പ്രേമകഥയിലാണ്. എനിക്ക് തോന്നുകയാണെങ്കിൽ അതിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തുള്ള പടങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒത്തിരി അങ്ങ് എത്തിയില്ല. എനിക്ക് തോന്നുന്നു ദുൽഖർ അഭിനയിച്ച പടമായതുകൊണ്ടായിരിക്കാം ഞാൻ അതിലൊരു ചെറിയ വേഷമാണ് ചെയ്തത്. പക്ഷെ അത് ഒത്തിരി ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചേച്ചി മറ്റേ പടത്തിലില്ലേ എന്ന് ചോദിച്ച് വരുന്ന ഒരു അനുഭവം. അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഷൂട്ടിന് പോയത് തന്നെ വലിയ തമാശയാണ്. അത് രാവിലെ 8 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ അന്ന് തലേദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു, കഴിഞ്ഞ് വന്ന് ഉറങ്ങിപ്പോയി. 8 എന്നുള്ളിടത്ത് ഞാൻ 10 മണിക്കാണ് ഞാൻ സെറ്റിൽ ചെല്ലുന്നത്. ഓടി എന്താ പറയുക, ടെൻഷൻ അടിച്ച് വായു പിടിച്ച് ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സീനിൽ ഞാൻ എത്താത്തത് കൊണ്ട് വേറൊരു കുട്ടീനെ വെച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ബിപിൻ ചേട്ടൻ നീ വന്നോ, വാ കയറി നിൽക്കുക. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടി അത്ര നേരം അതിനെ വെച്ചല്ലേ ചെയ്തോണ്ടിരുന്നു. അപ്പോൾ ചെയ്യണ്ടേ, അത് കുഴപ്പമില്ല നീ ചെയ്തോ എന്നും പറഞ്ഞ് അങ്ങനെ പിടിച്ചു നിർത്തി
എന്നോട് പറഞ്ഞത് ഇതിൽ ഇത്തിരി കൂടി ഉണ്ടായിരുന്നു, നീ വരാൻ വൈകിപ്പോയത് കൊണ്ട് ഇത് വെച്ച് നീ സമാധാനപ്പെടണമെന്ന്. പിന്നെ അങ്ങനെ എടുത്ത് തീർത്തൊരു സിനിമയാണ്. എനിക്ക് തോന്നുകയാണെങ്കിൽ ചെറിയ വേഷമുള്ളൂ എങ്കിൽ പോലും എൻ്റെ ലൈഫിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു വേഷം തന്നെയാണ്. ചില സിനിമകൾ ചെയ്തിരുന്നു, പക്ഷെ അതിന് ഒരു അക്സെപ്റ്റൻസി കിട്ടിയില്ല എന്നുള്ളതല്ല, പക്ഷെ ആളുകളിലേക്ക് അധികം എത്തിച്ചേർന്നില്ല. എത്തിച്ചേരാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ലൊക്കേഷൻസിൽ നിന്നുള്ള എക്സ്പീരിയൻസ്. സിനിമയുടെ പേരൊന്നും പറയുന്നില്ല. ആ സിനിമയിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ അങ്ങനെ പേയ്മെൻ്റ് ഒന്നും, എന്താ പറയുക, നമുക്കൊരു നല്ല വേഷം കിട്ടുകയാണെങ്കിൽ നമ്മൾ പേയ്മെൻ്റ് ഒന്നും കുഴപ്പമില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന പടങ്ങളായിരിക്കാം, ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേരുടെ സ്ട്രഗിൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആ ഒരു വഴിയിലൂടെ വന്നതുകൊണ്ട് ചേട്ടാ എങ്ങനെയാണ് പേയ്മെൻറ്റ് അങ്ങനെയൊന്നും ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ചെല്ലുന്നത് വരെ, കോഴിക്കോട് വെച്ചായിരുന്നു ഷൂട്ടൊക്കെ, ചെല്ലുന്നത് വരെ അവർ ഭയങ്കര കാര്യമായിട്ടുള്ള ട്രീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ചെന്ന് അവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ ബന്ധമില്ലാത്ത രീതിയിലുള്ളൊരു ബിഹേവ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡയറക്ടർ അടക്കം. ആളുടെ പേരൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ചേട്ടനാണ് അതിൻ്റെ പടത്തിൽ ഒരു സോങ് കുറയോ ചെയ്തത്. അപ്പോൾ പേയ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ചില ആൾക്കാർക്കുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, പൊടി തട്ടിക്കളയാന്നുള്ളൊരു രീതിയിൽ ഒരു മിസ്ബിഹേവ് ആയിട്ടുള്ളൊരു പെരുമാറ്റം. പേയ്മെൻറ്റും ഈ പറഞ്ഞ പോലെ സ്റ്റേയും നമുക്കുള്ള പെട്രോൾ അലവൻസ് പോലും തരാതെ വിട്ടുകളഞ്ഞൊരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബ്ബിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാനും അതുപോലെ, ഞാൻ ഇന്നുവരെ അങ്ങനെയൊന്നും പെരുമാറാത്ത ഒരാളാണ്. കാര്യം അതെ, നമ്മുടെ നാട് വിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്നേക്കും, അവരെ വിശ്വസിച്ച് ചെന്നതാണ് നമ്മൾ. അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇത് വരുമ്പോൾ പിന്നീട് അവർ അവരുടെ എന്താ പറയുക, ആ പടം തീർക്കണമെങ്കിൽ എന്നെയും കൂടി അവർക്ക് ആവശ്യമുണ്ടെന്നുള്ളത് മറന്ന് അവർ പെരുമാറിയത്. ഡബ്ബിങ്ങിന് വിളിച്ചപ്പോൾ ഞാനും ഇതുപോലെ തന്നെ, അല്ലേട്ടാ ഞാൻ തിരക്കാണ്, കുറച്ച് ബിസിയാണെന്ന് പിന്നെ ഞാൻ സ്കിപ്പ് അടിച്ചു. വേറൊരു കുട്ടീനെ വെച്ചാണ് ആ പടം ഡബ് ചെയ്ത് തീർത്തത്. ഇപ്പോൾ ഞാൻ ചെയ്തത് ശരിയാണോന്നും എനിക്കറിയില്ല. കാരണം നമുക്ക് ചില കാര്യങ്ങൾ ഹേർട്ടായി കഴിയുമ്പോൾ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ആ ആളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു മടിയുണ്ടാവും പൊതുവെ. ആ ഒരു മടിയെ ഞാനും കാണിച്ചുള്ളൂ. എന്തായി ആ പടം ചെയ്തോ തീർന്നോ ഒന്നും എനിക്കറിയില്ല. നിലവിൽ ആ പടം ഇപ്പോഴും അത്ര ഇതിലായിട്ട് എത്തിയിട്ടില്ല, ഓഡിയൻസിലേക്ക് എത്തിയിട്ടില്ല. അവിടെ വളരെ സമീപനം പാലിക്കുകയും അവിടെ ഏത് രീതിയിലും പെരുമാറാം, പക്ഷെ തൻ്റെതായ മാന്യത കയ്യിൽ ഒതുക്കിക്കൊണ്ട് തന്നെ അവരോട് ഒഴിവുകളാണ് പറഞ്ഞത്, അല്ലാതെ അവരെ വിഷമിപ്പിക്കാൻ തന്നെ. അതെ, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഞാനായിട്ടല്ലേ നിൽക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും തൻ്റെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവർ ചെയ്ത രീതിയിൽ നിന്നും എനിക്ക് മനസ്സിലായതുപോലെ ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു അതിൽ നിന്ന് അവർ മനസ്സിലാക്കട്ടെ. അല്ല, ഇത് ഞാൻ പറയുക പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഫിലിം ഫീൽഡിൽ നിന്നാണെങ്കിലും എല്ലാത്തിൽ നിന്നും കിട്ടുന്ന ചില അനുഭവങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടാവുക എന്ന് പറയുന്നത്. ഈ നമുക്കത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്ന് അവർ നേരത്തെ മുൻകൂട്ടി അറിയട്ടെ. ഒരു പക്ഷേ അത് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. ഇനി എനിക്ക് ഒത്തിരി സന്തോഷമായ ഒരു കാര്യം പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അച്ഛൻ ഇച്ചിരി കഴിക്കാണ്ടൊന്നും പുള്ളിക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരാളാ. അപ്പൊ എനിക്ക് കോമഡി സർക്കസില് ഈ പറഞ്ഞ പോലെ ഫാമിലി റൗണ്ട് വന്നു. അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷനായി. കാരണം അമ്മ ഒരു മൂളിപ്പാട്ട് പോലും പാടി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ ചേട്ടനും അത് തന്നെ. വേറെ ആരെ ഫാമിലിന്ന് വന്ന് പെർഫോം ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് അങ്ങനെ വേറെ ആരും ഇല്ല. ഞങ്ങള് ചെറിയൊരു ഫാമിലി, അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ, അത്രയും പേരേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോഴേക്കും അച്ഛൻ, ഞാൻ വരാം. അപ്പൊ ഞാൻ അച്ഛനാ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടില്ലെന്നല്ല, പക്ഷെ ഇങ്ങനെയൊന്നും വരാത്തൊരാളാ അച്ഛൻ. ചെറിയ ചെറിയ സ്റ്റേജിലൊക്കെ മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു ഫ്ലോറിൽ കയറണം എന്നുള്ള അച്ഛൻ്റെ വലിയ ആഗ്രഹമാണ്. പക്ഷെ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ത്രൂ അങ്ങനെ ഒന്ന് വരാൻ പറ്റി. അച്ഛൻ വന്ന് എൻ്റെ ഒപ്പം ഒരു സ്കിറ്റ് ചെയ്തു. അതും ഓപ്പോസിറ്റ്, ഞാൻ അച്ഛനും മോളായിട്ടൊന്നല്ല, ഞാൻ അച്ഛനെ ചീത്ത വിളിക്കുന്നതായിട്ട്. പക്ഷെ നന്നായി പോയി. കാരണം ഈ പറഞ്ഞ പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അച്ഛനൊന്ന് പതറി. പിന്നെ അതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഞാനും അച്ഛനെ കുറിച്ച് ഓർത്തൊന്ന് ടെൻഷനായി. പക്ഷെ എങ്കിലും പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും
ഞാൻ അച്ഛനെ കൊണ്ടുപോയി അങ്ങനെ പെർഫോം ചെയ്യിപ്പിച്ചത് അച്ഛൻ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞൊക്കെ നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ ഫാമിലിക്ക് കൊടുക്കാവുന്നതിൽ വെച്ചൊരു സന്തോഷം എന്ന് പറയുമ്പോൾ പൈസ മാത്രമല്ലല്ലോ, അവരും കൂടി ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ TV പ്രോഗ്രാം, അവർക്കും ആഗ്രഹമുള്ള കാര്യമല്ലേ. അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, എന്ത് വന്നാലും ബാക്കിൽ ഞാൻ ഇല്ല. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല. ഇനി സമയമുണ്ടല്ലോ നമുക്ക്, തീർച്ചയായിട്ടും അവസരങ്ങൾ വരുമ്പോൾ അമ്മയെ ഇതിന്റെ ഒരു ഭാഗമാക്കാം. അവസാനം നോക്കുമ്പോൾ ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അച്ഛനെ പറ്റിയുള്ള ഓർമ്മകൾ പറഞ്ഞു അല്ലേ? അതെ, നന്നായിട്ട് ചെയ്യാനും പറ്റി. പറഞ്ഞ പോലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ അത് ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് പെർഫോം ചെയ്തു. അന്ന് ശ്വേത ചേച്ചിയും സലീമേട്ടനൊക്കെ ആയിരുന്നു ജഡ്ജായിട്ട് ഉണ്ടായിരുന്നത്. അവരൊക്കെ തന്നെ നല്ല കമൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ അച്ഛനാണെങ്കിൽ അവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അച്ഛനൊക്കെ കിട്ടുന്ന വളരെ ചെറിയ മൊമെന്റ്സ് അല്ലേ അതൊക്കെ. അപ്പൊ അത് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ്. ഞാൻ വഴി അങ്ങനെ ഒരു അവസരം അച്ഛന് കൊടുക്കാൻ പറ്റിയല്ലോ. നമ്മൾ മക്കളെന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണ്. മേക്കപ്പ് നമ്മുടെ ഒരു ഭാഗമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ റൊട്ടീൻസിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് മേക്കപ്പ് എന്ന് പറയണത് എന്താ പറയാ, ആരെങ്കിലും ചെയ്തു തന്നാ ഇങ്ങനെ ഇരുന്ന് കൊടുത്ത് അങ്ങനെയുള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു ക്യാരക്ടറാണ് ഞാൻ. വളരെ എന്താ പറയുക, എന്തെങ്കിലും കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കൂടുതലും ഹസ്ബൻഡാണ് സെലക്ട് ചെയ്ത് തരുന്നത്. ഇതിട്ടോ നല്ലതായിരിക്കും. അപ്പോൾ പുള്ളി വാങ്ങി തരുന്ന ഡ്രസ്സുകളാണ് കൂടുതൽ ആൾക്കാരിങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒത്തിരി കാശ് മുടക്കി ഒരുപാട് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക അങ്ങനെയുള്ള ഇതില്ല. പക്ഷെ എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും, ഓ ഇവള് ഭയങ്കര മേക്കപ്പാണ്, ഒരു സ്കിറ്റിന് കയറണമെങ്കിൽ അവൾ ഇത്ര മണിക്കൂർ എടുത്ത് മേക്കപ്പ് ചെയ്യും എന്നൊക്കെ. അങ്ങനെയില്ല, ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. അതിനു വേണ്ടി ഒത്തിരി എന്താ പറയുക എക്സ്പെൻസ് മുടക്കി അല്ലെങ്കിൽ അതിനുവേണ്ടി ഒത്തിരി ടൈം ചിലവാക്കി അങ്ങനെയില്ല. എല്ലാം വളരെ സിമ്പിളായിട്ട് കാണുന്നു. എല്ലാത്തിനും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും മിനിമലായി എന്ത് എവിടെ പറയണം, എന്ത് പറയാൻ പാടില്ല എന്നൊരു വ്യക്തമായ ബോധമുള്ളൊരു വ്യക്തി. സത്യം പറയുക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കാം, ആവശ്യമായ കാര്യങ്ങൾ മാത്രം പൊതുസഭയിൽ പൊതുവേദികളിൽ മാത്രം പറയാം. പക്ഷെ വന്ന വഴികളും മറക്കാതെ, അത് ഇനി ഡാൻസ് ഫീൽഡിൽ നിന്ന് വന്ന ഒരുപാട് പേർക്ക് ഇത് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം വന്ന വഴികൾ മറക്കാതെ ഓരോ കാര്യങ്ങളും കോർത്തിണക്കി ഞങ്ങളോട് പറഞ്ഞു. ഇപ്പം എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളതും വളരെ സിമ്പിളായിട്ടാണ് പറയുന്നതെങ്കിലും അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ആ ഹാർഡ് വർക്കൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ മുഖത്തുനിന്ന് ആ ചിരി മാറുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു കൺസെപ്റ്റുമായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും വരണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അതെ, ഞങ്ങൾ പിന്നെ ഒത്തിരി വർഷത്തെ പരിചയം ഉണ്ട് കേട്ടോ, അതിവിടെ പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും എൻ്റെ ഒരു സിസ്റ്ററാണ്.